SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവുമായി SYA നേതാവ് നാസർ ഫൈസി കൂടത്തായി. അച്ചാരം വാങ്ങി സമുദായത്തെ തമ്മിലടിപ്പിക്കാനാണ് വെള്ളാപ്പള്ളിയുടെ നീക്കമെന്നാണ് വിമർശനം. വർഗീയ വിഷം ചീറ്റുന്ന ഭ്രാന്തായി മാറിയാൽ ചങ്ങലക്കിടാൻ സർക്കാർ തയ്യാറാകണം. വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്നത് സർക്കാരിന്റെ അജണ്ടയാണ്. മുസ്ലിം ഈഴവ ബന്ധം തകർക്കാൻ കഴിയില്ലെന്നും വെള്ളാപ്പള്ളിയെ വിശ്രമ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കണമെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. രൂക്ഷമായ പ്രതികരണമാണ് കേൾക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം ഒരു സമനില തെറ്റിയ വർഗീയവാദിയെ പോലെയാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ സമുദായവും അദ്ദേഹത്തിൻ്റെ സംഘടനയും അദ്ദേഹത്തെ ഇനി വിശ്രമ ജീവിതത്തിന് അയക്കണം എന്ന ഒരു വിനീത അഭിപ്രായമാണ് ഞങ്ങൾക്കുതിരിക്കുന്നത്. കാരണം സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നത് അദ്ദേഹം ആരിൽ നിന്നുകൊണ്ടോ അച്ചാരം പറ്റി സ്വീകരിക്കുന്ന പോലെയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തെ എത്ര അകറ്റാൻ ശ്രമിച്ചാലും ഈഴവ സമുദായവും മുസ്ലിം കമ്മ്യൂണിറ്റിയും തമ്മിലൊരു ബന്ധം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം അത്തും പിത്തും സംഭവിക്കുന്നു എന്ന് ചില ആളുകൾ പറയുന്ന പോലെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പെരുമാറ്റം. വാർദ്ധക്യ സഹജമായ ബലഹീനത സ്വാഭാവികമാണ്. പക്ഷെ അത് ഇത്രമേൽ വർഗീയ വിഷം ചീറ്റുന്ന ഭ്രാന്തായി മാറിയാൽ അത് ചങ്ങലക്കിടാൻ ഗവൺമെൻറ് തയ്യാറാവണം. യഥാർത്ഥത്തിൽ ഇവിടെ ഗവൺമെൻറ് തന്നെ ഇത്തരം വർഗീയതയെ സ്പോൺസർ ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയവാദിയെ രംഗത്തിറക്കാൻ വേണ്ടി ഗവൺമെൻറ് ചില അജണ്ടയുടെ ഭാഗമായി കൊണ്ടുവരുന്നു എന്ന് സംശയിക്കണം. അതുകൊണ്ട് തന്നെ കേവലം ഒരു വെള്ളാപ്പള്ളി എന്ന വ്യക്തിയിൽ മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ സ്പോൺസർഷിപ്പിൽ വർഗീയ വിഷം ചീറ്റൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. SNDPയുടെയോ സമുദായത്തിൻ്റെ ഈഴവ സമുദായത്തെയോ നവോത്ഥാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയ ശേഷം ഈഴവ സമുദായത്തിന് വേണ്ടി ഒരു നവോത്ഥാന പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, SNDPയുടെ പല സ്ഥാപനങ്ങളും ജപ്തി ചെയ്യപ്പെടാൻ പോകുന്നതിൻ്റെ വക്കിലാണുള്ളത്. തരാതരം വർഗീയതയും ജാതീയതയും ഉപയോഗിക്കുന്നതിൽ മികച്ച സംഘാടകനാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. AK അഭിലാഷ്, SYAയുടെ ഭാഗത്തു നിന്ന് നാസർ ഫൈസി കൂടത്തായിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ വിശ്രമ ജീവിതത്തിലേക്ക് അയക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ചങ്ങലക്കിടണം എന്നുകൂടി പറയുന്നുണ്ട്. തുടർച്ചയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തെ അപമാനിക്കുന്നു എന്ന മട്ടിൽ പ്രതികരണം നടത്തുന്നു എന്നതാണോ ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി അടക്കമുള്ളവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം സംസ്ഥാന നേതാക്കളുടെ ഒരുവിധം എല്ലാ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തും വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്നത് നാസർ ഫൈസി കൂടത്തായുടെ ഈ വിമർശനമാണ്. അതായത് പ്രധാനമായും വർഗീയതയെ തരാതരം ഉപയോഗിക്കുന്ന ഒരു നേതാവാണ് നാസർ ഫൈസി വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ മതഭ്രാന്ത് വിളിച്ചു പറയുന്ന ഒരാൾക്കെതിരെ സർക്കാർ തന്നെ നടപടിയെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന ഒരാളെ വിശ്രമ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാൻ എല്ലാവരും കൂടി ചേർന്ന് മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സമുദായത്തെ ഭിന്നിപ്പിക്കാൻ, ഈഴവ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ ഈ ന്യൂനപക്ഷ കൂട്ടായ്മകളുടെ ഭാഗമായിട്ടൊക്കെ വെള്ളാപ്പള്ളിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രധാനപ്പെട്ട ശത്രു. പക്ഷേ ഇന്ന് മുസ്ലിം സമുദായമായി മാറുന്നു എന്നതാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന ഒരാളെ വിശ്രമ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കേണ്ടതുണ്ട് എന്നുള്ള വളരെ കണിശമായ ഒരു നിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. ഇത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മാത്രം ഭാഗത്ത് വരുന്ന വിമർശനമല്ല, സമസ്തയുടെ ഒന്നാകെയുള്ള ഒരു വിമർശനം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലെ വിമർശനങ്ങൾ വരുന്നത്. പ്രധാനമായും മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ കടന്നാക്രമിക്കുന്ന നിലപാടാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്ര ശക്തമായ മറുപടിയുമായി മുസ്ലിം സാമുദായിക നേതാക്കൾ തന്നെ രംഗത്ത് വരികയും ചെയ്തത്. ഓക്കെ, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സമസ്ത നിലപാട് കടുപ്പിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇനി എന്തു പറയും എന്നുള്ളതിലാണ് എല്ലാവർക്കും ഒരു ടെൻഷൻ. വെള്ളാപ്പള്ളി നടേശൻ ചിലപ്പോൾ അതിരുവിട്ടു പോകുന്നു എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്, അല്ലേ? അതാണ് സമസ്തയുടെ അഭിപ്രായം.